മേപ്പാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ കണ്ണു നിറയ്ക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 4 സംഘങ്ങളായി 150 രക്ഷാപ്രവർത്തകരാണ് ബുധനാഴ്ച രാവിലെ മുണ്ടക്കയിലെത്തിയത്. JCB ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനത്തെ സഹായിക്കുന്ന യന്ത്രങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കാൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായി. അതിനാൽ വിശദമായ തിരച്ചിൽ അസാധ്യമാണ്. ഡോഗ് സ്ക്വാഡിൻ്റെ സേവനമാണ് തിരച്ചിലിനായി രക്ഷാപ്രവർത്തകർ പ്രധാനമായി ഉപയോഗിക്കുന്നത്. മുണ്ടക്കയിലെ കാഴ്ചകൾ കരളലിയിപ്പിക്കുന്നതാണ്. പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ, കെട്ടിപ്പിടിച്ച് കിടക്കുന്ന 5-6 മൃതദേഹങ്ങൾ, ഇങ്ങനെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കാഴ്ചകൾ ഹൃദയഭേദകമാണ്. മണ്ണിനടിയിൽപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് കസേരയിലിരിക്കുന്ന നിലയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. കട്ടിലിൽ കിടക്കുന്നവരും പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ മരിച്ചു വീഴുന്നവരും, ഇങ്ങനെ ദാരുണമായ കാഴ്ചകളാണെങ്ങും. മണ്ണിനടിയിൽപ്പെട്ട വീടുകളിൽ രക്ഷാസംഘം പരിശോധന നടത്തുകയാണ്. മൃതദേഹത്തിൻ്റെ മണം പിടിച്ചാണ് പല വീടുകളും പൊളിച്ച് രക്ഷാസംഘം അകത്ത് കയറുന്നത്. ചൊവ്വാഴ്ച പുഴയിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത്. അതിനാൽ അധികം ഒഴുക്കില്ലാത്ത ഭാഗങ്ങളിൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുകയാണ് രക്ഷാസംഘം. ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം പ്രയാസം നിറഞ്ഞതാണ്. ചളിമണ്ണും കൂറ്റൻ പാറകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രദേശമാകെ. രക്ഷാസംഘത്തിന് മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട 2 വാർഡുകളാണ് മുണ്ടക്കയും ചൂരൽമലയും. 900 പേരാണ് മുണ്ടക്കയിൽ മാത്രം വോട്ടർ പട്ടികയിലുള്ളത്. ചൂരൽമല വാർഡിൽ 885 വോട്ടർമാരാണുള്ളത്. കുട്ടികൾ, എസ്റ്റേറ്റുകളിൽ ജോലിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, റിസോർട്ടുകളിലെ ജീവനക്കാരും അതിഥികളും ഒഴികെയുള്ള കണക്കാണിത്. മുണ്ടക്കയിൽ മാത്രം ആകെയുള്ളത് 431 കെട്ടിടങ്ങളാണ്. മുണ്ടക്കയിൽ 8 എസ്റ്റേറ്റുകളുണ്ട്. ഇതിൽ പുഞ്ചിരിമട്ടത്തെയും വെള്ളരിമലയിലെയും കെട്ടിടങ്ങളെല്ലാം ഒലിച്ചുപോയി. ചൂരൽമല വാർഡിൽ 599 കെട്ടിടങ്ങളാണുള്ളത്. ദുരന്തത്തിൻ്റെ തീവ്രത കണക്കിലെടുക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരും. താൽക്കാലിക പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ സാധിക്കും. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ബുധനാഴ്ച പൂർത്തിയാക്കാനാവില്ലെന്ന്, വ്യാഴാഴ്ചയോടെ മാത്രമേ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കൂ. അതിനിടെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിന്ന് 4 കിലോമീറ്റർ വരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെയും ഉരുൾപൊട്ടലിനെ തുടർന്ന് പാലം ഒലിച്ചു പോയ ചൂരൽമല ടൗൺ വരെയും വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചു. അവിടങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി KSEB അറിയിച്ചു. പ്രാഥമിക വിവരമനുസരിച്ച് ഏകദേശം 3 കോടി രൂപയുടെ നഷ്ടമാണ് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് മാത്രം KSEBക്ക് ഉണ്ടായതായി കണക്കാക്കുന്നത്. മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വരുന്ന ഏകദേശം 3.5 കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകളും 8 കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായും തകർന്നു. 2 ട്രാൻസ്ഫോമറുകൾ കാണാതാവുകയും 6 ട്രാൻസ്ഫോമറുകൾ നിലംപൊത്തുകയും ചെയ്തു. 1000-ഓളം ഉപഭോക്താക്കളുടെ സർവീസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്.